ഈ ചെടി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലില്ലാത്തവരാച്ച അതൊന്ന് ഒരു തണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ നടാനായിട്ട് ശ്രമിക്കുക. അതിങ്ങനെ പടർന്ന് കയറിപ്പോക്കോളും. ചങ്ങലം പോലെയാണ് ഇതിൻ്റെ തണ്ടുകൾ, കണ്ടു ഓരോ കണ്ണി കണ്ണിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേര് ചങ്ങലം പെരണ്ട എന്നാണ്. വളരെ വിശിഷ്ടമായ ഒരു ചെടിയാണിത് കേട്ടോ. ഇതുകൊണ്ട് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒടിഞ്ഞ എല്ലടക്കം യോജിക്കുന്ന പറയുക. നമുക്കുണ്ടാകുന്ന നീർക്കെട്ട്, ചതവ്, ഒടിവ് ഒന്നും വേണ്ട. നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന മസിലുകൾക്ക് ഉണ്ടാകുന്ന പെയിൻ, വീണിട്ടുണ്ടാകുന്ന പെയിൻ, അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ഈ ചങ്ങലം പെരണ്ട എണ്ണ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇല കൊണ്ടിട്ട് നമുക്ക് തോരൻ, ചമ്മന്തി, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എണ്ണയുടെ കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ഈ ചങ്ങലം പെരണ്ട നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തണ്ടുകളുണ്ടല്ലോ ആ കണ്ണിയിൽ വെച്ച് മുറിച്ചെടുക്കുക. ഇലകൾ നമ്മൾ കളഞ്ഞു, അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. കളഞ്ഞു വെച്ചാൽ അത് തണ്ടെന്ന് മാറ്റി എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിട്ട് ആ തണ്ടുകളുടെ ഒരു സൈഡിൽ നമ്മൾ ഈ കറ്റാർവാഴയുടെയൊക്കെ സൈഡിൽ മുള്ളുള്ളത് പോലെ, അതിന് മുള്ളില്ല, പക്ഷെ മുരിങ്ങക്കായുടെ ഒക്കെ നമ്മൾ തോലിങ്ങനെ ഇരടെടുക്കില്ലേ, അതുപോലെ നമ്മളിതൊന്ന് തോല് ഇരടെടുത്തതിന് ശേഷം ആ സൈഡിൽ ഇങ്ങനെ 4 തണ്ട് പോലെ ഉണ്ടാവുക, മഷിത്തണ്ട് പോലെയൊക്കെ, അതായത് കള്ളിച്ചെടിയുടെ പോലെ. മുള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ തണ്ട് എന്ന് നമ്മൾ തോലൊന്ന് ഇരടെടുക്കുക. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി നന്നായി ചതച്ചെടുക്കുക. അതായത് ഇതുപോലെ നമ്മൾ തോലിങ്ങനെ ഇരടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി ചതച്ചെടുക്കുക. ചതച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ കൊണ്ട് ചതച്ചത് വാരാൻ പാടില്ല. ഒരു സ്പൂൺ ഉപയോഗിച്ച് വാരിയെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ എണ്ണ കാച്ചാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലെണ്ണയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടായതിന് ശേഷം ഈ ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പതയൊക്കെ വരുമ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ടില്ലേ, പതയൊക്കെ നിൽക്കുമ്പോൾ എണ്ണ പാകമായി കേട്ടോ. മണൽത്തരി പോലെ ആ പാകം അറിയാലോ, അതനുസരിച്ച് നമ്മൾ ചണ്ടിയൊക്കെ കോരിയെടുത്തതിന് ശേഷം എണ്ണ അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഒരു 20 മിനിറ്റൊക്കെ അത് തേച്ച് നിൽക്കാം. ശരീരമാസമംഗലം തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുടി വളർച്ചയ്ക്കും നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഏറ്റവും നമുക്ക് നമ്മുടെ വേദനകളും അതുപോലെ തന്നെ മസിലിൻ്റെ വേദന, എല്ലിൻ്റെ വേദന, നീർക്കെട്ട് ഇതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി കൊണ്ടുവന്ന് വീട്ടിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല നിങ്ങൾക്ക് ഈ തൈലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യുക, അമ്മയ്ക്ക് പുരട്ടാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ അത്യുത്തമമാണ് കേട്ടോ.